വിശ്വപൗരൻ എന്നാണ് ശശി തരൂരിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതായത് ശശി തരൂരിന് ഏത് വിഷയം വന്നാലും അതിൽ രാജ്യത്തിൻ്റെ താല്പര്യത്തിലുപരി ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു താല്പര്യമായിരിക്കും ശശി തരൂർ ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ളതാണ് ശശി തരൂരിനെ കുറിച്ച് നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത്. എന്നാൽ കുറച്ചു കാലമായി ശശി തരൂർ അതിൽ നിന്നെല്ലാം മാറി രാജ്യ താല്പര്യങ്ങൾക്ക് അനുകൂലമായി ഇപ്പോൾ പ്രതികരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സമാനമായ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ബിലാവൽ ഭൂട്ടോ എന്ന് പറയുന്ന പാകിസ്ഥാന്റെ ഒരു നേതാവുണ്ട്. ആ നേതാവ് പറഞ്ഞിരുന്നത് സിന്ധു നദീ ജല നിങ്ങൾ തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ജലത്തിന് പകരം ഇന്ത്യക്കാരുടെ രക്തം അതിലെ ഒഴുകുമെന്നാണ് കൃത്യമായി ഇയാൾ പറഞ്ഞത്. ഇപ്പോൾ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ പൊതുവെ സമാധാനപ്രിയനായിട്ടുള്ള ശശി തരൂർ സടകുടഞ്ഞെഴുന്നേറ്റ് നരേന്ദ്രമോദിയോടും കേന്ദ്ര സർക്കാരിനോടും ചേർന്ന് നിന്നുകൊണ്ട് ഇയാൾക്കെതിരെ ശക്തമായ ഭാഷയിൽ തിരിച്ചടി കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പഹൽഗാം ആക്രമണത്തിൽ പ്രതികരിച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇത് വളരെ വ്യക്തമായ ഒരു മാതൃകയാണെന്നാണ് ഞാൻ കരുതുന്നതെന്നാണ് ശശി തരൂർ പറയുന്നത്. ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ട്രെൻഡ് ചെയ്യുകയും ചെയ്യുന്നു, അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് ആയുധങ്ങൾ നൽകുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. പിന്നീട് പാകിസ്ഥാൻ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറും, എല്ലാം ചെയ്യും, എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറും. എത്ര കാലം അത് സഹിക്കാൻ പറ്റുമെന്നാണ് ശശി തരൂർ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. പ്രധാനമായും ഒടുവിൽ വിദേശ രഹസ്യാന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെയുള്ളവർ ഇവരുടെ പങ്ക് കണ്ടെത്തുകയും ചെയ്യും. അപ്പോഴും പാകിസ്ഥാനെ അതൊരു കൂസലും കാണില്ല. എന്തായാലും രാജ്യം പ്രതികാരത്തിനായി ദാഹിക്കുന്നു എന്ന് തന്നെയാണ് ശശി തരൂർ പറയുന്നത്. ഈ ആക്രമണത്തിന് പ്രതികാരം ചെയ്യണമെന്ന് മുഴുവൻ രാജ്യവും ആവശ്യപ്പെടുന്നുണ്ടെന്നും തരൂർ പറഞ്ഞു. എന്ത് സംഭവിക്കുമെന്നോ എപ്പോൾ സംഭവിക്കുമെന്നോ ആർക്കും അറിയില്ല, പക്ഷേ എന്തെങ്കിലും നടപടിയെടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, പ്രതികാരം ചെയ്യും. സിന്ധു നദീജല ഉടമ്പടി തടയുന്ന വിഷയത്തിൽ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ ചെയർമാൻ ബിലാവൽ ഭൂട്ടോയുടെ പ്രസ്താവനയ്ക്ക് പ്രതികരിച്ചുകൊണ്ട് ഈ പ്രസ്താവനകൾ ആളുകളെ പ്രകോപിപ്പിക്കാൻ മാത്രമാണെന്ന് ശശി തരൂർ പറയുന്നു. രക്തം ചിന്തപ്പെട്ടാൽ ഞങ്ങളെക്കാൾ കൂടുതൽ രക്തസ്രാവം നിങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ശശി തരൂർ ഇപ്പോൾ അഗ്രസീവായിട്ട് പറഞ്ഞിരിക്കുന്നത്. പൊതുവെ സമാധാന പ്രിയനാണ് ശശി തരൂർ, പക്ഷേ പാകിസ്ഥാനികളുടെ രക്തം ചിന്തും ഞങ്ങളെക്കാട്ടിലും കൂടുതൽ എന്നാണ് ശശി തരൂർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനെതിരെ ഒരു ഗൂഢാലോചനയും നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ അവർ ഇങ്ങനെ പ്രകോപിപ്പിച്ചാൽ ഞങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാണ് എന്ന ശശി തരൂരിൻ്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി അലയടിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.